പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മെയ് 18 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവര്. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും
ജോലി സംബന്ധമായ യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട് ഈശോയെ. കാലുകൾ ഉതച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം ഈശോയെ. ഈശോ, നിന്റെ തിരുമുറുമ്പാർന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന അല്ലസിത കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പൊതുദാനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അഭിഷേകമാണ്. നമുക്കറിയാലോ, ഈ സ്വർഗസ്ഥനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴേ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഈശോയോട് പറഞ്ഞില്ലേ? അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇത്രയും 5 കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് ഒന്നും നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ കേൾക്കാത്ത പ്രാർത്ഥനയിൽ എടുക്കേണ്ട നിലപാടുകളേ ഉള്ളൂ. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ചില സമയത്ത് ക്രിസ്തുവിന് സംഭവിച്ച പോലെ പരമപിതാവ് കേൾക്കാൻ സാധ്യത ഉണ്ടാകത്തില്ല. കേട്ടാൽ നമുക്ക് ഭൗതിക നേട്ടവും ആത്മീയ നഷ്ടവും ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പം കർത്താവ് തന്നെ പറഞ്ഞില്ലേ, പിതാവേ സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ളത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട, അത് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാകേണ്ട ആന്തരിക അഭിഷേകമാണ്. ആ ആന്തരിക അഭിഷേകം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഒരു പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോ പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവ് ചെല്ലിയത് എവിടെ വെച്ചാൽ അന്ത്യമായിട്ട് പിതാവ് എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചതിന് ശേഷം ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് തന്നെയാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ഈ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഈശോ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ചെയ്തുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ഐ കമൺ മൈ സ്പിരിറ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നതിൻ്റെ സമാന്തരമാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ അത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് എടുക്കേണ്ട നിലപാടുകളാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ ആപ്ലിക്കേഷൻസിലുള്ളത്. അതുകൊണ്ടാണ് ഈശോയുടെ ആ സംതൃപ്തി എന്ന് പറയുന്നത് അഭിഷേക സ്നിഗ്ധമായ സംതൃപ്തിയാണ്. അതുകൊണ്ടാണ് ഐസയ പറയണതില്ലേ, 53:10 പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന ആത്മസംതൃപ്തിയുടെ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. ഏശയ്യാ 53:11 എന്താ പറയണേ? തൻ്റെ കഠിന ഈ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം, അങ്ങയുടെ കരങ്ങളെ എൻ്റെ ആത്മാവിന് സമർപ്പിക്കുന്നു പറഞ്ഞുള്ള വിശ്വാസ പ്രഖ്യാപനം, അതിൻ്റെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. അപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ ഒരു സംതൃപ്തി ഉണ്ട്. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആഹാരത്തിൽ അതിനുശേഷമേ അന്ന് വേണ്ട ആഹാരമൊക്കെ കിടക്കണത്. അപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ ഉള്ളത് എന്താണ്? കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ അവസ്ഥയല്ല, അതിന് പകരം അഭിഷേകമാണ് ഉള്ളത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന മുഴുവനും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ ഓർക്കണം, നീ സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാം പൂജിതമാകണമേ, രാജ്യം വരണമേ, തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥന മുഴുവനും പ്രാർത്ഥിക്കണത് ഇതിന് പരിശുദ്ധാത്മാവ് നിറയണമേ, ദൈവഹിത നിറവേറ്റാൻ എനിക്ക് അഭിഷേകം തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും രൂപപ്പെടുത്തി എടുക്കുന്നതിനാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ ഘടകങ്ങളിലെല്ലാം ആ പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഇതിന് പരിശുദ്ധാത്മ നിറഞ്ഞിട്ട് അഭിഷേകത്തോടെ ഞാൻ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ ഉള്ളതുപോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള അഭിഷേകത്തിനാണ്, ആത്മാവിൻ്റെ അഭിഷേകത്തിന് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ഓർക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.